റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തിന് ഇനി വീട് സ്വന്തം. റിപ്പോർട്ടർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത അടച്ചു തീർത്തു. 21 ദിവസത്തിനകം വീടിന്റെ രേഖകൾ മടക്കി നൽകാമെന്ന് മുത്തൂറ്റ് ഹൌസിംഗ് ഫിനാൻസ് അധികൃതർ അറിയിച്ചു. ഇന്നലെ വീട്ടിൽ പതിച്ച ജപ്തി നോട്ടീസിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തുകയാണ് ഇന്ന് ധനകാര്യ സ്ഥാപനം ഈടാക്കിയത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ആ ടൈം ആകുമ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ അകത്ത് ഒരു ന്യൂസ് കണ്ടു. അധിക ന്യൂസ് ചാനലൊന്നും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു അമ്മേൻ്റെ വീട് ജപ്തി ചെയ്യുന്നതിൻ്റെ അകത്ത് അവരെ രക്ഷിച്ചത് സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ട് അധിക ന്യൂസ് ചാനലിനൊന്നും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ട് നോക്കാം. ബിഗ് ഇംപാക്ട്. തിരുവനന്തപുരം ഉഴമലക്കലിൽ 2 കുട്ടികളടക്കം 5 സ്ത്രീകളെ പുറത്താക്കിയുള്ള ജപ്തിയിൽ റിപ്പോർട്ടർ ഇടപെടൽ ഫലം കണ്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പണം അടച്ചു. നടപടികൾ പൂർത്തിയാക്കാൻ കുടുംബം മുത്തൂറ്റ് ഹൌസിംഗ് ഫിനാൻസിലെത്തി. ടി പ്രസാദ്, ഗോപാൽ, ഷീല, സനൽ എന്നിവർ ചേർന്നു. ആദ്യം ടി പ്രസാദിലേക്ക്. ടി പ്രസാദ്, ഇതിലിപ്പോൾ എന്തായാലും ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു. അവർ ആ പണം തിരിച്ചടയ്ക്കുന്നു, നടപടികളിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ? അതെ, ഇതാണ് ആ സ്ഥാപനം, മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ്. ഇവിടെ നിന്നാണ് ഇവർ വായ്പയെടുത്തത്. അതിനുശേഷമാണ് ഇവരെ 5 പേരെയും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു നടപടി ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്, ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇന്നലെ റിപ്പോർട്ടർ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇവരുടെ പണം അടച്ചു തീർത്തത്. പണം അടച്ചിട്ടുള്ള രസീതുമായിട്ടാണ് ഇവരിപ്പോൾ ഈ ധനകാര്യ സ്ഥാപനത്തിലേക്ക് പോകുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ മാഞ്ഞാലിക്കുളം റോഡിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഈ സമയത്തോടൊക്കെ കൂടിയാണ് ഇവരുടെ വീട്ടിൽ ജപ്തി നോട്ടീസ് പതിക്കുകയും 5 സ്ത്രീകളെ അവിടെ നിന്ന് പുറത്തിറക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തെത്തിക്കുകയും വലിയ തോതിലുള്ള ബഹുജന രോഷം ഉണ്ടാവുകയും ചെയ്ത് അതിന് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെടുകയും സുരേഷ് ഗോപി ഈ പണം അടച്ചു തീർക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ആ പണമടച്ചതിൻ്റെ DD-യുമായിട്ടാണ് ഇപ്പോൾ ഇവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടതും ഇന്നിപ്പോൾ ആ പണം അടച്ചു തീർത്തു. ആ റിപ്പോർട്ടർ അതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ നോട്ടീസ് പതിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ച തുകയേക്കാൾ 1 ലക്ഷത്തിലധികം രൂപ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കണക്കിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒരു വ്യക്തമായിട്ടുള്ളൊരു മറുപടിയല്ല കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അയാൾ വീണ്ടും ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അയാൾ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുന്നില്ല. അതിന് എന്ത് തന്നെയായാലും അവരിപ്പോൾ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ ആ മുഴുവൻ പൈസയും കൊടുത്തു. അത് കൊടുത്തത് സുരേഷ് ഗോപിയാണ് കൊടുത്തത്. സാധാരണഗതിയിലാണെങ്കിൽ എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് ആ വാർത്ത തന്നെയായിരിക്കും ചർച്ചാ വിഷയവും. കുറേ പേരെ ചർച്ചയ്ക്ക് വിളിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വാർത്ത അധിക ചാനലിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ട് കണ്ടിട്ടില്ല. വളരെ 1-2 ചാനലിൽ മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടായിട്ട് കാണപ്പെട്ടിട്ടുള്ളൂ. സാധാരണ അങ്ങനെയല്ല. ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ കുറേ ദിവസം അത് തന്നെയായിരിക്കും ഉണ്ടാവുക. സാധാരണ സുരേഷ് ഗോപി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെയായിരിക്കും ചർച്ച. പക്ഷേ ഈ ഒരു നല്ല കാര്യം ചെയ്തതിനെ കുറിച്ചിട്ട് ആരും ചർച്ച ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു യോഗ ചെയ്യുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറേ കമൻറ്റൊക്കെ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടായിരുന്നു. അതിനൊക്കെ കുറേ പേരുണ്ടായിരുന്നു. എന്നാൽ ഈ നല്ല കാര്യം ചെയ്തതിനെ കുറിച്ചിട്ട് നല്ല കമൻറ്റ് അങ്ങനെയൊന്നും പറയാൻ അധികം ആളുണ്ടായിരുന്നില്ല. അധികം ആളും അയാൾ ചെയ്ത നല്ല കാര്യത്തിനെ കുറിച്ചിട്ട് പറയുന്നില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുത്തിപ്പൊക്കിയിട്ടുള്ള വിഷയമാണ് അധികം ഇപ്പോൾ കാണുന്നത്. നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണം. ആരെ തന്നെയായാലും രാഷ്ട്രീയം നോക്കിയിട്ട് ആരും വിലയിരുത്താൻ പാടില്ല. ഏത് പാർട്ടിയിലുള്ള ആൾക്കാരായാലും തന്നെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം. എന്നാൽ തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുകയും വേണം. ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ആ കുടുംബത്തെ ജപ്തിയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. നല്ല കാര്യം ചെയ്താൽ നല്ല കാര്യം തന്നെ അംഗീകരിക്കുക തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അദ്ദേഹം ചെയ്ത പല നല്ല കാര്യങ്ങളും തന്നെ ഇവിടെ പല ആൾക്കാരും അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനായിരുന്നു കൂടുതൽ പേരും ഇപ്പോഴും ചെയ്യുന്നത്. നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയുക വേണം. ഇവിടെ സുരേഷ് ഗോപി എന്ന വ്യക്തി അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ആളാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ ഇതുകൊണ്ടൊന്നുമല്ല, സമൂഹത്തിൽ ആളാവാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പലവരും പറയുന്നതുകൊണ്ട് കമൻറ്റൊക്കെ ഇട്ടിട്ട് കാണാറുണ്ട്. പക്ഷേങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ആളാവാനാണെങ്കിൽ പല കാര്യങ്ങളും വേറെ ചെയ്യായിരുന്നില്ല. അദ്ദേഹം പാവപ്പെട്ടവരെയാണ് കൂടുതലും സഹായിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ല കാര്യങ്ങൾ തന്നെ പറയാം. എന്നാൽ തെറ്റാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അതാണ് വേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.
സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഒരു 100 പേര് അല്ലെങ്കിൽ ഒരു 10 പേര് അല്ലെങ്കിൽ 100 പേര് അങ്ങനെ അത്രയും പേര് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ ഒരാൾ പോലും എന്നല്ല, വളരെ കുറവാണ് അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത്. കൂടുതൽ പേരും കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹം ആളാവാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തത്. പക്ഷേ അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികളും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയണം. തെറ്റ് പറ്റാത്ത മനുഷ്യരൊന്നുമില്ല. ചെറിയ തെറ്റ് പറ്റുമ്പോൾ അത് ഊതി വീർപ്പിക്കുകയാണ് അധികാളും ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ നല്ല കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല. അദ്ദേഹം കൂടുതലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ആരും അങ്ങനെ ചർച്ച ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.